ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ കാലൊക്കെ ഇന്ന് ഒരു ഓട്ടോ ഡ്രൈവിംഗ് ആണ് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ജോലിയും കാലൊക്കെ അപ്പം ഗൈസ്, ഇപ്പം നമ്മൾ ഓട്ടോയും കളിക്ക് ഫ്രണ്ടിൽ കിടക്കുകയാണ് മച്ചാമാരെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഓട്ടോയും കളിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ആരാണ്ട് നടന്ന് വീഴുന്നുണ്ടല്ലോ. ആഹാ, കയറി മോനെ. എന്താ ഇവിടെ പോകാനാണ് മോനെ? റെയിൽവേ സ്റ്റേഷൻ വരെ നോക്കുമ്പോ എത്ര രൂപയാവും? നീ അവിടെ എത്തിയിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മീറ്ററിനാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. എന്തായാലും നീ അവിടെ കയറി. എന്തായാലും ഞാൻ കുറച്ച് തരാം കേസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓട്ടോകളൊക്കെ കിട്ടിയേക്കുന്നത് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് അയാൾക്ക് പോകാനാണ്. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അയാൾക്ക് പോവുകയാണ് കേസ്. ഈ ഒരു സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കും മച്ചാമാരെ. അപ്പം ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാലേ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അയാൾക്ക് നേരെ അങ്ങ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. മാമാക്ക് യൂട്യൂബ് ചാനൽ വല്ലതും ഉണ്ടോ മാമ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാ. അപ്പൊ ആരും വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബും ലൈക്ക് ഒന്നും ചെയ്യത്തില്ലടാ. ഓ മാമ എന്താ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് മാമ. പിന്നെ ഞാൻ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യൂടാ ഗൈസ്. അപ്പം നിങ്ങൾ ഇവനെ പോലെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യും മച്ചാമാരെ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യും. മെസ്സി ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കും മച്ചാമാരെ. എന്തായാലും നമ്മൾ ഈ ചെറുകിട കാലത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറക്കാൻ പോവുകയാണ്. എന്തായാലും നീ ഇവിടെ ഇറങ്ങ്. ഞാൻ പറയാം 50 രൂപ ആയിട്ടുണ്ട്. 50 രൂപ എന്നിട്ട് നീ പൊയ്ക്കോ. മാമ എന്താ ഇത്രയും കുറച്ച് തന്നത്? ബാക്കിയുള്ള ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം 90 രൂപയാണ് മേടിക്കുന്നത്. മാമ അല്ലടാ, അങ്കിളെന്ന് വിളിക്കടാ. എന്തുവാടാ ഗൈസ്, ഞാൻ ഇത്രയും വയസ്സുകാരനായോ ഗൈസ്? ഇപ്പം എന്നെ കണ്ടിട്ട് മാമ എന്നാണ് അവൻ എപ്പോഴും വിളിക്കുന്നത്. എന്തായാലും ഗൈസ്, എന്തായാലും ഒരു ഓട്ടം കിട്ടിയതല്ലേ. ഇടിക്കല് എൻ്റെ പൊന്നു ഗൈസ്. ഇപ്പം മന്ത്രിയാണ്ട് എവിടെയാ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഫൻഡർ വരുമ്പോഴേ നമുക്കറിയാം ഗൈസ്. അടുത്ത ഓട്ടം കിട്ടിയവരോട് കയറി ഓക്കെ ഗൈസ്. അങ്ങനെ അടുത്ത ആളെ കേട്ടിട്ടുണ്ട്. എവിടോട്ടാണ് പോകേണ്ടുള്ളത്? എടാ മോനെ, എന്നെ ഒന്ന് ആ ഒരു എയർപോർട്ട് വരെ ആക്കിടാ. നടക്കാനൊന്നും വയ്യ, അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. എയർപോർട്ടിൽ പോടാ. എന്തായാലും നീ എയർപോർട്ടിലോട്ട് പോയി എത്ര രൂപയാവും? നീ അവിടെ എത്തിയായിട്ട് അറിയാൻ പറ്റത്തോളൂ. എന്തായാലും മാമ കയറും. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ കളൊക്കെ പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട്. പെട്രോളും കാലൊക്കെ അടിക്കുക ഗൈസ്. എന്തായാലും പെട്രോളൊക്കെ ഇപ്പം വില കുറവാണെന്നാണ് നമ്മൾ കേൾക്കുന്നത് നമ്മളെ നാട്ടിൽ ഗൈസ്. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എത്ര രൂപ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ നാട്ടിൽ ഇവിടെ 1 ലിറ്ററിന് 50 രൂപയുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കാലൊക്കെ ഇതൊക്കെ വെറും കുറവാണ് ഗൈസ്. അപ്പം നമ്മൾ കാലൊക്കെ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് കാലൊക്കെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ എയർപോർട്ട് വരെ പോകാൻ ഒരു 90 രൂപ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ചെറുക്കന്നെ നമ്മൾ കുറച്ച് കൊടുത്ത്. എന്തായാലും നമ്മൾ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. നമുക്ക് 90 രൂപ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളെ മീറ്റർ നോക്കി നമ്മൾ പറയാം ഗൈസ്. അപ്പം നമുക്ക് കാലൊക്കെ നേരെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കാലൊക്കെ എത്തിയിട്ടുണ്ട്. മാമ ഇറങ്ങിക്കോ. 80 രൂപ ആയിട്ടുണ്ട്. ഓക്കെ ശരി ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് വേറെ വീട്ടിലാണ്ട് പോകാനാണ് കേട്ടോ ഗൈസ്. അല്ലാതെ പ്ലെയിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മന്ത്രി വീഴുന്നെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഗൈസ് നമ്മളെ മന്ത്രിയുടെ കാറ് വീഴുന്ന കണ്ടു ഗൈസ്. മന്ത്രിയുടെ മുമ്പിലൊന്ന് കോലം കാണിക്കണ്ട. പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡ് കയറ്റിയിടാടാ. പെട്ടെന്ന് കയറ്റിടാ. എനിക്കാണെങ്കിൽ കൺട്രോളും കിട്ടുന്നില്ല. ഇവിടെയാണ് ഇതിൻ്റെ ബ്രേക്കും ക്ലച്ചും ഒക്കെ. ഓക്കെ ആക്സിലേറ്റർ ഞെക്ക്. പയ്യ റിവേഴ്സ് എടുക്കും. ഓക്കെ നമ്മൾ മന്ത്രി വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ചിലപ്പം നമുക്ക് മന്ത്രിയിൽ നിന്ന് നല്ല വല്ല ഓട്ടോയും കിട്ടിയാലോ. ഇലക്ഷനിക്കല്ലേ മച്ചാമാരെ. അപ്പോൾ ചിലപ്പം നമുക്ക് വല്ല ഓട്ടം തന്നാലോ. വോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓട്ടം തരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഓക്കെ മന്ത്രി പോവാം. നമുക്ക് അടുത്ത ഓട്ടോ എപ്പം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് തരാം. എനിക്ക് റൂട്ടും പോകണം. കയറി എങ്ങോട്ടാണ്? എനിക്ക് പുതിയ കാർ എടുക്കാൻ, പുതിയ BMW എടുക്കാൻ വേണ്ടി എനിക്ക് കാർ ഷോറൂമിൽ പോകാനുണ്ട്. ഇപ്പം എനിക്ക് ഈ കാർ ഷോറൂമിലാണ് പോകേണ്ടുള്ളത്. എനിക്ക് പുതിയ BMW ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതും ഈ നാട്ടിലെ ഏറ്റവും കൂടിയ BMW ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ആട്ടോയിൽ AC പാട്ടും സ്പീക്കറൊന്നും ഇല്ല. ചീപ്പാട്ടോ, വെരി ഫുൾ. കൊള്ളൂല ഈ ആട്ടോ. ഒരുമാതിരത്തെ സ്മെല്ല് മീൻ്റെയൊക്കെ. എന്താണത്? എങ്ങനെയൊക്കെയാണ് ഓട്ടോ ഓടിക്കുന്നത്? നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തന്നത്? ഞാൻ നിന്റെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യാൻ ഇച്ചിരി നേരം മതി. ഫോട്ടോ എടുത്തിട്ട് പോലീസ് നിന്നെ ഇറങ്ങി പോതള്ളേ. പിന്നെ എൻ്റെ ഓട്ടോ കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇറങ്ങിപ്പോടി. എന്താണോ പുറക്കുന്നത്? എന്താണ് നിനക്ക് വട്ടാണ് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ? അല്ല മാഡം, ഞാൻ എയർപോർട്ട് വെച്ചെന്ന് സംസാരിച്ചതാണ്. ഫോൺ കോളിൽ അന്ന് സംസാരിച്ചതാണ്. സോറി മാഡം, നീ അങ്ങനെ ഒന്നും ചെയ്യൂല.
മേഡം ഈ കാർ ഷോറൂമിലാണോ അതോ വേറെ വല്ല കാർ ഷോറൂമിലോട്ടാണോ പോകുന്നത്? ഓ ഈ കാർ ഷോറൂമിൽ പോയാൽ മതി. ഞാൻ ഇവിടെയാണ് BMW ഓർഡർ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ വേറെ കാർ ഷോറൂമിൽ പോയാൽ കുഴപ്പമില്ല. എൻ്റെ പണം ഇരിപ്പുണ്ട്. ഞാൻ പുതിയ കാർ വെള്ളം മേടിച്ചോളാം അവിടുന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കാളൊക്കെ ഇവരിവിടെ ഇറക്കാൻ വന്നിട്ടുണ്ട്. ഹലോ മേഡം, ഇവിടെ ഇറങ്ങിക്കോ മേഡം, പെട്ടെന്ന് ഇറങ്ങിക്കോ. എടാ എത്ര രൂപയായി? ഇപ്പൊ 1000 പറഞ്ഞ 1000 എടുത്ത് ഇരുന്നാണൊക്കെ ചോദ്യം. 1000 ആയോളൂ. ഞാൻ വിചാരിച്ചുള്ള 2000 ആയിരുന്നു. ഇന്ന് 1000. ഇവർക്ക് വട്ടായി തോന്നുന്നു ഗൈസ്. 1000 രൂപയ്ക്ക് എടുത്തു തന്നു. എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് ഓഹോ, ഇന്നത്തേക്കുള്ള എന്തായാലും ആയി. എൻ്റെ ഗൈസ്, നമുക്ക് ഇന്നത്തേക്കുള്ള എല്ലാ പൈസയും കിട്ടിയിട്ടുണ്ട്. ഇല്ല പൊട്ടി 1000 രൂപ എടുത്ത് തന്നതോടാ ഇന്നത്തേക്കുള്ള എല്ലാം നമുക്ക് കിട്ടി ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇനി നമുക്ക് രാത്രി എണീച്ച് പോയാൽ മതി മച്ചാന്മാരെ. എന്തായാലും ഇന്നത്തേക്കുള്ള എന്തായാലും രക്ഷപ്പെട്ട് ഗൈസ്. അപ്പം നമ്മൾ 5 ഓട്ടം ഓടിയാൽ പോലും 1000 രൂപ കിട്ടത്തില്ല. അപ്പരാണ് ഈ ഒരു പൊട്ടി ആരുടെ ഇവനെയൊക്കെ മോനെ എന്തായാലും പൈസ കിട്ടി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണാം മച്ചാന്മാരെ. ഗൈസ്, ഇങ്ങനെ നമ്മൾ കാളൊക്കെ നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇല്ല പൊട്ടിയെ പറ്റിച്ച് വിട്ടപ്പോൾ എന്തൊരു സമാധാനം എന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. എന്തായാലും ഗൈസ് നല്ല മഴക്കാറുണ്ട്. എന്തായാലും കിടന്ന് ഉറങ്ങാം ഗൈസ്, നല്ല സുഖമായിരിക്കും. ഇന്ന് രാത്രി എണീച്ചാൽ പോരെ ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ വരുന്ന വരിയിൽ ഫുഡൊക്കെ കഴിച്ചാൽ രാത്രിയായിട്ട് ഗൈസ് ഇങ്ങനെ നമ്മൾ രാത്രി എണീറ്റിട്ടുണ്ട്. അടുത്ത ഓട്ടത്തിന് പോവാൻ രാത്രിത്തെ ആ ഒരു ഓട്ടം ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് കിടന്ന് ഞാൻ നല്ല രീതിക്ക് ഉറങ്ങി ഗൈസ്. മഴയത്ത് കിടന്നുറങ്ങുന്നതിൻ്റെ ഫീല് പറഞ്ഞാൽ കിട്ടൂല. അതങ്ങ് അനുഭവിച്ചറിയണം മച്ചാമാരെ. എന്തായാലും ഞാൻ മഴയെ ആസ്വദിക്കാൻ വന്നതല്ലേ. എന്തായാലും നമുക്ക് ഓട്ടത്തിന് പോവാം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് നേരെ നമ്മൾ ഓട്ടോയിലോട്ട് പോവുകയാണ്. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലോട്ട്. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ആരും കാണാതെ നൈസിന് ഫ്രണ്ടിൽ കയറി കിടക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കാലൊക്കെ ഫ്രണ്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. എല്ലാവരും ഓട്ടോയിൽ കൊടുന്ന് ഭയങ്കര ഉറക്കമാണല്ലോ. ഓക്കെ, നമുക്ക് കാലൊക്കെ നമ്മൾ ഓട്ടോ ഇവിടെ നിർത്താം. എന്തായാലും ഏതെങ്കിലും നല്ലൊരു ഓട്ടം കിട്ടിയാൽ മതിയായിരുന്നല്ലോ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഇച്ചിരി നേരം നിർത്തിയിടാം ഗൈസ്. അങ്ങനെ നമുക്ക് കുറേ നേരത്തിന് ശേഷം ഒരു ഓട്ടം കിട്ടി ഗൈസ്. നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അമ്മൂമ്മ എവിടോട്ടാണ് പോകണ്ടുള്ളത് അമ്മൂമ്മ? മോനെ, ആ പളനിക്കാവ് വരെയാണ് പോകണ്ടുള്ളത്. മോനെ അറിയാവോടാ കൊച്ചനെ? ആ പളനിക്കാവ് എവിടാന്ന് അറിയാവോ കൊച്ചനെ? അമ്മ എനിക്ക് വരിയെന്ന് അറിഞ്ഞൂടാ അമ്മൂമ്മ പറഞ്ഞു തന്നാ മതി. റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോകണം. എന്നിട്ട് അവിടുന്ന് വലത്തോട്ട്. ഞാൻ എന്തായാലും പറഞ്ഞു തരാം. ഇവിടുന്ന് നീ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോ. ഓക്കെ അമ്മൂമ്മക്ക് നല്ല വിറയുണ്ടല്ലോ. മഴയായോണ്ടാണോ? അല്ലടാ, എന്റെ മക്കളെല്ലാം കാട്ടാക്കടയിലാണ്. ഇവരെല്ലാം എന്നെ ഇവിടെ ഇട്ടിട്ട് കാട്ടാക്കടയിൽ പോയി. അമ്മൂമ്മയുടെ ഒറ്റയ്ക്കേ ഉള്ളു പോരെ. അമ്മൂമ്മയെ സഹായിക്കണം. അമ്മൂമ്മേന് പൈസ ഇല്ല. എന്റെ വീട് വരെ ആക്കി തരണം. ഫ്രീ ആയിട്ട് ആക്കി തരുമോ പോലെ? എന്റെ ലാകപ്പാട് 10 രൂപയുണ്ട്. അമ്മൂമ്മ കരയണ്ട. കൊച്ചേരി വരെ ഇങ്ങോട്ടല്ലടാ. ഇടത്തോട്ട് പോവാൻ പറഞ്ഞപ്പോ വലത്തോട്ട് പോന്നാടാ. ഇത് നമ്മളെ അമ്മൂമ്മയ്ക്ക് വയ്യെങ്കിലും വായിന്ന് വരുന്നതിന് വേറെ കുറവൊന്നുമില്ല. എന്തായാലും നമുക്ക് കാളിക്ക് അമ്മൂമ്മയുടെ പളനിക്കാവ് എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളെ കാളിക്ക് അമ്മൂമ്മയുടെ പളനിക്കാവിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അമ്മൂമ്മ ഇവിടെ ഇറക്കാം. അമ്മൂമ്മ ഇറങ്ങിക്കോ ഗൈസ്. അമ്മൂമ്മ എന്തിയാ ഗൈസ്? അമ്മൂമ്മ ഇതിനകത്ത് കാണുന്നില്ല. അമ്മൂമ്മേ ഗൈസ്, അമ്മൂമ്മയെ കാണുന്നില്ലല്ലോ ഗൈസ്. എവിടെ പോയി ഗൈസ്? വിറച്ചിരുന്നതാണ്. വല്ല വല്ലോ ചാടിപ്പോയോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. അമ്മൂമ്മയെ കാണുന്നില്ലല്ലേ. എവിടുന്ന് ഈ ചീതിയൊക്കെ കയറി വരുന്നത്? നമ്മൾ അമ്മൂമ്മയെ കാണുന്നില്ലേ?